ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ടും നമ്മുടെ ചാനലിലോട്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അതായത് നമ്മുടെ യൂട്യൂബിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ, ഏകദേശം 14 ലക്ഷത്തിലധികം ആളുകൾ കണ്ട് റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കാണ്. അത് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, 4 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളായതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് ഒരുപാട് സംസാരിക്കേണ്ട, നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോകാം. എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഏതൊക്കെ രൂപത്തിലാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിരുന്നു. അപ്പം എൻ്റെ ഇപ്പോൾ ഡാർക്ക് സ്കിൻ ടോൺ ആണ്. അപ്പം നമ്മുടെ സ്കിന്നിൽ ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ലതുപോലെ അറിയാൻ പറ്റും. ഒരുപാട് ഫെയർ ആയിട്ടുള്ള വ്യക്തികളുടെ മുഖത്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് മനസ്സിലാവത്തില്ല, ഏതൊരു പായ്ക്കായാലും. പക്ഷേ ഒരു ഡാർക്ക് സ്കിൻ ടോണായിട്ടൊക്കെ ഉള്ളവരുടെ സ്കിന്നിൽ ചെയ്യുമ്പം നമുക്ക് ആ ഒരു ചേഞ്ചസ് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ തന്നെ അത് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നേരെ അപ്പം നമുക്ക് ആദ്യം അതിന് വേണ്ടുന്ന സാധനം എന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ളയാണ് കേട്ടോ, എഗ് വൈറ്റ് ആണ് വേണ്ടുന്നത്. നമ്മൾ ഫേസിൽ നമ്മുടെ ഈ ഒരു നെക്ക് ഭാഗത്തും മാത്രം ആവശ്യമായിട്ടുള്ള എഗ് വൈറ്റ് എടുത്താൽ മതി, ഫുള്ള് എടുക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ആദ്യം എഗ് വൈറ്റ്, ഞാൻ ഇതിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് കുറച്ച് പൊട്ടിച്ചൊഴിക്കാവേ. എഗ് വൈറ്റ് എടുക്കുന്ന പല പല ടെക്നിക്കുകളുണ്ട് കേട്ടോ. എനിക്ക് ഇതേ പറ്റൂ, ഇതാണ് എനിക്ക് എളുപ്പം. ഇതുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് കുറച്ച് എടുക്കാം കേട്ടോ. ഒന്നുകൂടെ കലക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എഗ് വൈറ്റ് കിട്ടും. അപ്പോൾ അത് ഇത്രയും മതി. നമ്മുടെ ഫേസിൽ നെക്ക് ഇതിനകത്ത് കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് കേട്ടോ, ഞാനപ്പോൾ അത് എടുക്കുന്നില്ല. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇത്രയും എഗ് വൈറ്റ് കിട്ടിയിട്ടുണ്ട്, കാണാൻ പറ്റുമോ? കണ്ടോ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതായത് ഒരു പതയുടെ കൺസിസ്റ്റൻസിലോട്ട് വരണം കേട്ടോ. എന്നേരം നമ്മൾ ബീറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ അത്രയും ഫോം ആവുന്ന രീതിയിൽ നമ്മൾ എത്രയൊക്കെ ട്രൈ ചെയ്താലും നമ്മുടെ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. എങ്കിലും അത്യാവശ്യം നമുക്കൊന്ന് പതപ്പിച്ചെടുക്കാവേ. വേണ്ട, പത വരുന്നുണ്ടോ? ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കണം. കാരണം എത്രത്തോളം പത വരാവോ അതാണ് നമ്മുടെ പാക്കിൻ്റെ റിസൾട്ട് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നല്ല റിസൾട്ടാണ്. നമുക്കെന്തായാലും അത്രയും ആളുകൾ ഏറ്റെടുത്ത ഒരു ഫേസ് പാക്ക് ആയതുകൊണ്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്, പേടിക്കണ്ട. നമുക്ക് പുറത്ത് പോയൊന്നും വാങ്ങേണ്ട കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ അടുക്കളയിൽ തന്നെ കാണുന്ന സാധനങ്ങളാണ് കേട്ടോ. വേണ്ട, ബീറ്റർ ഇല്ലാതെ നമുക്ക് ഇത്രയും ഫോമായിട്ട് നമ്മുടെ മുട്ടയുടെ വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർവാഴ ജെല്ലാണ്. നമ്മൾ ഫേസിന് ആവശ്യമായിട്ടുള്ളത് മാത്രം മതി കേട്ടോ, ഒരുപാട് എടുക്കണ്ട. ഇത്രയും മതി നമുക്ക് കറ്റാർവാഴ ജെല്ല്. ഇത് നമ്മുടെ മഞ്ഞക്കറ കളഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഫേസിലെല്ലാം ചൊറിച്ചിലുണ്ടാകും. ഇത് രണ്ട് സൈഡിലേയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ആ ഒരു പൾപ്പ് മാത്രം എടുത്ത് നമുക്കൊന്ന് അടിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കാം കേട്ടോ. അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്യട്ടെ. ഒരു സ്പൂണോളം കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൂടെ ഞാൻ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്നുകൂടെ ഒന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ. കറ്റാർവാഴയുടെ ജെല്ലും എഗ് വൈറ്റും കൂടെ ഒന്നുകൂടെ ഒന്ന് പതപ്പിച്ചെടുക്കാവേ. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ.
ഓക്കെ. അപ്പോൾ നല്ല ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പം നമുക്ക് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോഫി പൗഡറാണ്. അതൊരു ചെറിയ സ്പൂണിന് ഒരു ഹാഫ്, ഇത് എൻ്റെ ഏറ്റവും ചെറിയ സ്പൂണാണ്, ഹാഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യാം. വേണ്ട അതുകൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. കോഫി പൗഡറും അലോവേര ജെല്ലും നമ്മുടെ മുട്ടയുടെ വൈറ്റുമാണ് ഇത്. ഇനി നമുക്കിതിനകത്ത് ഇടാൻ പോകുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. കുറച്ച് ഗോതമ്പ് പൊടി, ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് എടുത്തതിൻ്റെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, നമ്മുടെ ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ളത് ഉണ്ട്. ഇപ്പം നമുക്ക് ഒരു സ്പൂൺ ഇട്ട് നോക്കാം, കാരണം കുറച്ചിട്ട് നോക്കണം കേട്ടോ, കാരണം കട്ടിയാവരുത്. നമ്മുടെ പാക്കിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇട്ട് കൊടുത്ത് നമുക്ക് എടുക്കാം, കാരണം പിന്നെ നമ്മൾ എഗ് വൈറ്റ് അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എനിക്ക് പാക്കിൻ്റെ രൂപം ആയിട്ടില്ല, അപ്പോൾ കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുക്കട്ടെ. ഇത്രയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 1.25 സ്പൂണോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേണ്ട നമ്മുടെ പായ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ് വൈറ്റ്, അലോവേര ജെല്ല്, കോഫി പൗഡർ, പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി കേട്ടോ, നമ്മുടെ ഗോതമ്പ് പൊടി. ഇത് നാലും കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ ഫേസും നമ്മുടെ നെക്കും നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പായ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് വരെ വെച്ചിട്ട് കഴുകി കളയാം കേട്ടോ. നമുക്ക് എന്തെങ്കിലും കിച്ചണിൽ ജോലി ഉണ്ടെങ്കിൽ ഇത് ആദ്യം ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി നടക്കും. ഇത് അപ്പോഴത്തേനും ഡ്രൈ ആവുകയും ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട് അടുക്കളയിൽ, അത് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അതിനാണ് നമ്മൾ ഇത്രയും പതപ്പിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഇൻഗ്രീഡിയൻറ്റും ഓരോന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുട്ടയുടെ സ്മെല്ല് ഒട്ടും അറിയത്തില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഗോതമ്പ് പൊടിയുടെ സ്മെല്ലാണ് ഇതിനകത്ത് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാധാരണ ഞാൻ പായ്ക്ക് കഴുത്തിൽ അങ്ങോട്ട് ഇടത്തില്ല, പക്ഷെ ഇന്ന് ഞാൻ കഴുത്തിലിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ കട്ടിക്ക് വേണ്ട ഞാൻ പായ്ക്കെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കഴുത്തിലും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 20 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വാഷ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എത്രത്തോളം നല്ല പായ്ക്കാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത്രത്തോളം ആളുകൾ ഏറ്റെടുത്ത ഒരു ഫേസ് പായ്ക്കാണ് ഇത്. അപ്പം നമുക്ക് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. വേണ്ടേ നമ്മുടെ ഫേസ് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ എഗ് വൈറ്റും ഗോതമ്പ് പൊടിയൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആവുമേ. നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്യാൻ കേട്ടോ. കുറച്ച് വെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊന്ന് വെള്ളം തൊട്ടൊന്ന് നനച്ച് കൊടുക്കുക, അല്ലാതെ ഒരുപാട് പിടിച്ച് വലിക്കണ്ട. എന്നിട്ട് നമുക്ക് പതിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കഴുകാം കേട്ടോ. നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ.
കണ്ടോ, നല്ലൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേട്ടോ, നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ലൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ വൈറൽ ഫേസ് പാക്ക് വൈറലായതിന് കുറ്റം പറയാൻ പറ്റത്തില്ല, നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഞാൻ കഴുത്തിൻ്റെയും കൂടെ ഒന്ന് മാറ്റട്ടെ. കറ്റാർവാഴ ജെല്ല്, മുട്ടയുടെ വെള്ള, ഗോതമ്പ് പൊടി, കാപ്പിപ്പൊടി, ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് ഇതുപോലെ ആവണം. ഈ ഒരു മെത്തേഡിൽ തന്നെ, അല്ലാതെ 4 കൂടെ ഒരുമിച്ചിട്ടങ്ങ് മിക്സ് ചെയ്ത് പായ്ക്കാക്കരുത്. ചെയ്യേണ്ട രൂപത്തിൽ ചെയ്താൽ നമുക്ക് അത്ര റിസൾട്ട് കിട്ടും. അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ 1-2 വട്ടം ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുകൂടെ നല്ലതുപോലെ വാഷ് ചെയ്യണം. ഇപ്പം നിങ്ങളെ ഒന്ന് വാഷ് ചെയ്തതാണേ. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പായ്ക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ പുറത്ത് വന്നിട്ടാണ് നിങ്ങളെ റിസൾട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ അകത്ത് നിൽക്കുമ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ വെളിയിലിറങ്ങിയിട്ടുണ്ട്. വെളിയിലിറങ്ങിയിട്ട് ഞാനപ്പം ആ റിസൾട്ട് നിങ്ങളെ കാണിച്ചാണ്. നല്ല റിസൾട്ടാട്ടോ, നല്ല സൂപ്പർ റിസൾട്ടാണ്, നല്ല പായ്ക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ 4 സാധനം നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടുന്ന 4 സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.